ഗുജറാത്തിലെ പോർബന്ദറിൽ കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ചവരിൽ ഒരു മലയാളി ഉദ്യോഗസ്ഥനുമുണ്ട്. ഡെപ്യൂട്ടി കമാൻഡർ മാവേലിക്കരയിലെ ബിപിൻ ബാബുവാണ് വീരമൃത്യു മരിച്ചത്. കാണാതായ ഉദ്യോഗസ്ഥനായി തെരച്ചിൽ തുടരുന്നു. മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ വിശദാംശങ്ങൾ നൽകും. ശ്രീനാഥ് ചന്ദ്രൻ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. തിങ്കളാഴ്ച രാത്രി ഏതാണ്ട് 11 മണിയോടെയാണ് കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു ഹെലികോപ്റ്റർ കടലിൽ തകർന്ന് വീഴുന്നത്. പോർബന്ദർ തീരത്തായിരുന്നു അപകടം. ഈ ഹെലികോപ്റ്റർ പോയത് ഒരു ചരക്ക് കപ്പലിലെ ഒരു ജീവനക്കാരനെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. ചരക്ക് കപ്പലിൽ പരിക്കേറ്റ ഒരു ജീവനക്കാരനുണ്ടായിരുന്നു. അയാളെ എയർ ലിഫ്റ്റ് ചെയ്യാൻ പോകവെയാണ് സാങ്കേതിക തകരാർ മൂലം കടലിൽ ഇടിച്ചിറക്കേണ്ടി വന്നത്. ഈ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന 4 പേരെ കാണാതാവുകയും ചെയ്തു. അതിൽ ഒരാളെ പിന്നീട് ജീവനോടെ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞു. പിന്നീട് 3 പേർക്കായുള്ള തെരച്ചിൽ നടത്തി. അങ്ങനെയാണ് 2 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. അതിലൊരാൾ മലയാളിയാണ്, വിപിൻ ബാബു എന്നതാണ് അദ്ദേഹത്തിൻ്റെ പേര്. സീനിയർ ഡെപ്യൂട്ടി കമാൻഡൻ്റാണ്, മാവേലിക്കര സ്വദേശിയാണ് അദ്ദേഹം. 39 വയസ്സ് എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികളൊക്കെ തന്നെ തുടരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തോടൊപ്പം മരിച്ചത് കരൺ സിംഗ് എന്ന മറ്റൊരു ഉദ്യോഗസ്ഥനാണ്. രാകേഷ് കുമാർ റാണ എന്ന ഉദ്യോഗസ്ഥനെ കൂടി ഇപ്പോൾ കണ്ടെത്താനുണ്ട്. അദ്ദേഹത്തിനായുള്ള തെരച്ചിൽ നടത്തുന്നു. കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലുകളും ഹെലികോപ്റ്ററുകളും ഈ സെർച്ച് ഓപ്പറേഷനിൽ ഭാഗമാകുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ ഉച്ചയോടെ തന്നെ നമുക്ക് ഈ മരണവുമായി ബന്ധപ്പെട്ട സൂചനകൾ കിട്ടിയിരുന്നെങ്കിലും രാത്രി വൈകിയാണ് കോസ്റ്റ് ഗാർഡ് DIG പങ്കജ് അഗർവാൾ ഈ കാര്യം സ്ഥിരീകരിച്ച് നൽകിയത്. എസ് കെ. ഓക്കെ, താങ്ക് യു ശ്രീനാഥ് ചന്ദ്രൻ.